ഇന്നത്തെ വീഡിയോ NH66 ആറ്റിങ്ങൽ ബൈപ്പാസിലെ രാമച്ചംവിള ഓവർപാസ് സൈറ്റ് മുതൽ ബ്രിഡ്ജ് സൈറ്റ് വരെയാണ്. രാമച്ചംവിള ഓവർപാസ് സൈറ്റിൽ രണ്ട് സൈഡിലെയും പൈലിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മുകളിലേക്കുള്ള പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. സൈറ്റിൽ വളർന്നു നിന്ന പാഴ്ചെടികളൊക്കെ നീക്കി സൈറ്റ് ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടുന്ന് തെക്കോട്ട് നോക്കുമ്പോൾ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്ന റോഡിന് കുറച്ചപ്പുറത്ത് മുതൽ മാമത്ത് കോൺട്രാക്ടറുടെ യാർഡ് പ്രവർത്തിക്കുന്ന സ്ഥലം വരെയുള്ള പ്രദേശത്ത് റോഡ് നിർമ്മാണം ഏകദേശം പൂർത്തിയായ ഘട്ടത്തിലാണ്. ഓവർപാസിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ഗർഡറുകളും ഇവിടെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഉദ്ദേശം ഒരു 3 എണ്ണമെങ്കിലും വേണ്ടിവരുമെന്ന് തോന്നുന്നു. നിർമ്മാണം പൂർത്തിയായ ഭാഗത്ത് നിന്ന് ഓവർപാസ് സൈറ്റിലേക്കുള്ള കുറച്ചൊരു ദൂരത്തിൽ പണി പൂർത്തിയാകാനുള്ളിടത്ത് ഇപ്പോഴും റീറ്റെയിനിങ് വാളിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നു വരികയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് വടക്കോട്ട് ഡ്രൈവ് ചെയ്ത് തിരുവാറാട്ടുകാവിലെ അണ്ടർപാസുകളുടെയും കൊല്ലമ്പുഴയിലെ അണ്ടർപാസിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ബ്രിഡ്ജ് സൈറ്റ് വരെ ഒന്ന് ഡ്രൈവ് ചെയ്ത് വരാം. മുൻപ് പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിന് മുന്നിലും പിന്നിലുമായിട്ട് 2 അണ്ടർപാസുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് മുന്നിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ തെക്കേ അപ്രോച്ചിലേക്കുള്ള റോഡാണ്. ടാർ ചെയ്ത ഭാഗം കഴിഞ്ഞ് നിലവിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ GSB നിരത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസിന് സമീപത്തേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച വാളിൻ്റെ കാസ്റ്റിംഗ് നടന്നു വരുന്നതേ ഉള്ളൂ. റൂഫിലേക്ക് ഇതുവരെ കാസ്റ്റിംഗ് പ്രവൃത്തികൾ എത്തിച്ചേർന്നിട്ടില്ല.
ഇവിടെ നിന്നും വടക്ക് ദിശയിലേക്ക് നോക്കുമ്പോൾ തിരുവാറാട്ടുകാവിൻ്റെ പിന്നിലായി വരുന്ന അണ്ടർപാസിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 അണ്ടർപാസിൻ്റെയും ഇടയിൽ സോയിൽ ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. RE പാനൽ ഉപയോഗിച്ചാണോ അതോ കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ചിട്ടാണോ എന്നറിയില്ല. ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ദിശയിലേക്ക് പോകുമ്പോൾ വലത് സൈഡിലുള്ള സർവീസ് റോഡ് ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഴയ റോഡ് വഴി കറങ്ങി തിരുവാറാട്ടുകാവിൻ്റെ പിന്നിലെ അണ്ടർപാസിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഗതാഗതം അണ്ടർപാസിന് ഉള്ളിൽ കൂടിയാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ അണ്ടർപാസ് മുതൽ കൊല്ലമ്പുഴ വരുന്ന അണ്ടർപാസിന് ഇടയിലുള്ള പ്രദേശത്ത് സോയിൽ ഫില്ലിംഗ് പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അവിടെ 2 സൈഡിലും RE പാനൽ ഉയർത്തി സോയിൽ കോമ്പാക്ട് ചെയ്ത് ഫില്ല് ചെയ്ത് വരുന്ന പ്രവൃത്തികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആക്റ്റീവായിട്ട് വർക്ക് നടക്കുന്ന ഒരു സൈറ്റാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് പ്രവൃത്തികളൊന്നും വീഡിയോയിൽ കാണാത്തത്. നേരെ മുന്നിൽ കാണുന്നതാണ് കൊല്ലമ്പുഴ അണ്ടർപാസ്. ആറ്റിങ്ങൽ മണനാക്ക് റോഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നിലവിൽ ഗതാഗതം അതിനുള്ളിൽ കൂടിയല്ല, വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിലെ പ്രവൃത്തികൾ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങിയതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഈ ഭാഗത്ത് എവിടെയോ കോൺക്രീറ്റ് വാളിൽ ഒരു വിള്ളൽ കണ്ടതായിട്ട് മനോരമ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് കണ്ടു. എന്നാൽ കണ്ണിൽ പെട്ടെന്ന് പെടത്തക്ക രീതിയിലുള്ള ഡിഫക്ട്സ് ഒന്നും ഈ സൈഡിൽ ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ അപ്പുറ സൈഡിലാകാനും സാധ്യതയുണ്ട്. ഇവിടെ നിന്നും മെയിൻ ഗാരേജ് വഴിയിലൂടെ അണ്ടർപാസിന് സമീപത്തേക്ക് പോയി അവിടുത്തെ സോയിൽ ഫില്ലിംഗ് പ്രവൃത്തികൾ എവിടെ വരെയായി എന്ന് നോക്കിയതിന് ശേഷം ബ്രിഡ്ജ് സൈറ്റിലേക്കുള്ള യാത്ര തുടരാം.
ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി ബ്രിഡ്ജ് സൈറ്റിന് തൊട്ട് മുന്നിലുള്ള ഇടയാവണം അണ്ടർപാസ് വരെയുള്ള മെയിൻ കാരേജ് വേയുടെയൊക്കെ പ്രവൃത്തി ഏകദേശം കഴിഞ്ഞു കിടക്കുകയാണ്. അവസാനവട്ട പണികളെ ഇനി ബാക്കിയുള്ളൂ. തൊട്ട് മുന്നിൽ കാണുന്നതാണ് ഇടയാവണം അണ്ടർപാസ്. ഇവിടെ സോയിൽ ഫില്ല് ചെയ്ത് ഏകദേശം ഒരു അണ്ടർപാസിൻ്റെ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു വശത്തുമുള്ള സർവീസ് റോഡുകൾ അണ്ടർപാസിന് തൊട്ട് മുന്നിലായിട്ട് മെയിൻ കാരേജ് വേയിലേക്ക് വന്ന് മെർജ് ചെയ്യുകയാണ്. അതായത് ഇടതുവശത്തുള്ള സർവീസ് റോഡ് മെയിൻ കാരേജ് വേയിലേക്കുള്ള എൻട്രി പോയിൻ്റായിട്ടും വലതുവശത്തുള്ള സർവീസ് റോഡ് ബ്രിഡ്ജ് സൈറ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരു എക്സിറ്റ് പോയിൻ്റായിട്ടും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഫുൾ ലെങ്ത് ഒരു സർവീസ് റോഡ് ഈ ഭാഗത്ത് ഇല്ല. ഇവിടുന്ന് വലതുവശത്തുള്ള എക്സിറ്റ് പോയിൻറ്റും കൂടെ കണ്ടതിന് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കാം.